ഇംഗ്ലീഷൊക്കെ നമുക്ക് അറിയുമെങ്കിലും കമ്മ്യൂണിക്കേഷനിൽ ഞാൻ കുറച്ച് ബാക്കോട്ടാണ്. നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷോപ്പിലേക്ക് ഒരു കോള് വരുന്നത്. ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ഒരു ക്ലയൻറ്റ്. സംസാരിച്ചല്ലേ പറ്റൂ, നമ്മളെ ബിസിനസ്സിൻ്റെ ആവശ്യമില്ലേ? അങ്ങനെ സംസാരിച്ച് പിടിച്ച ഒരു ഓർഡറാണ് ഈ കാണുന്നത്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് നമുക്ക് വന്ന ഓർഡറായിരുന്നു അറബിക് ഗൗൺ. ആസ് യൂഷ്വൽ അറബിക് ഗൗൺ തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യവും ചെയ്തിട്ടുള്ളത്. കുറച്ച് ഹെവി പാറ്റേൺ ആണ്, കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ്. ചെറിയൊരു ഡിഫറൻസ് മാത്രമേ സ്റ്റിച്ചിങ് പാറ്റേണിൽ വരുന്നുള്ളൂ. അതുപോലെ തന്നെ കളറിൽ വരുന്നത് നമ്മൾ ഇത്രയും നാളും ചെയ്തത് പാസ്റ്റൽ ഷെയ്ഡ്സ് ആണ്. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് ഡാർക്ക് കളറാണ്, റെഡിഷ് മെറൂൺ കളറിലാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റെഡിഷ് മെറൂൺ വന്നപ്പം തന്നെ ക്ലോത്തിൻ്റെ അവൈലബിലിറ്റി ഭയങ്കര ഈസി ആയിരിക്കുന്നതാണ് വിചാരിച്ചത്. പക്ഷേ നമ്മൾ പരതി ഒരു വകയായിട്ടാണ് നമുക്ക് ഈ മെറൂൺ ക്ലോത്ത് തന്നെ കിട്ടിയത്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് സുഹൃത്തുനിന്നൊക്കെ വരുത്തിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കളറിൽ ഡിഫറൻസ് വരും എന്നുള്ളതുകൊണ്ട് ആ ഒരു റിസ്ക് എടുക്കാണ്ട് നമ്മൾ ആ ഒരു ചുറ്റുവട്ടത്തിൽ തന്നെയാണ് ഈ ക്ലോത്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ നമ്മൾ ഹാൻഡ് വർക്കിൻ്റെ പേപ്പേഴ്സ് ഉണ്ടാക്കി അതിൻ്റെ പിന്നിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു, ഹാൻഡ് വർക്ക് ചെയ്തു. ആ ഒരു റെഡ് കളറിലും സിൽവറും റെഡും തന്നെ വരുന്ന പാറ്റേണിലാണ് ഹാൻഡ് വർക്കൊക്കെ കൊടുത്തിട്ടുള്ളത്. കുറച്ച് ഹെവി ഹാൻഡ് വർക്ക് തന്നെയാണ്. ബാക്ക് സൈഡിലും വർക്ക് ഇൻക്ലൂഡഡ് ആണ്. ഇപ്പം വന്ന് ഏറ്റവും കൂടുതൽ ഡിസൈൻ ചെയ്യുന്നത് അറബിക് ബ്രൈഡൽ ഗൗണാണ്. അപ്പോൾ അതിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. പുതിയത് ചെയ്യുമ്പം എന്തെന്നില്ല, നമ്മൾ നോർമൽ സ്റ്റൈലിൽ ചെയ്യുന്നതിലും ഒരു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടും ഭയങ്കര ഒരു രസമാണ് ഈ അറബിക് പാറ്റേൺസ് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എല്ലാ ക്ലയൻറ്റും ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറീസ് വരുന്നത് ഈ അറബിക് ഗൗണിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അറബിക് ഗൗണിൻ്റെ കോസ്റ്റിങ്ങിനും കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട്സ് ഉണ്ട്. അറബിക് പാറ്റേൺ കാണാൻ ഭയങ്കര സിമ്പിളാണ്, പക്ഷെ അതിന് നല്ല ഹെവി ബഡ്ജറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഡൗട്ട്സ് ഡെയിലി നമുക്ക് മെസ്സേജായിട്ടും കമൻറ്റൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ള ആൻസേഴ്സ് നമ്മൾ നല്ല ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ നമുക്ക് ഡമ്മി ഫിറ്റ് കിട്ടിയതുകൊണ്ട് തന്നെ കുറച്ച് ഈസി ആയിരുന്നു. പക്ഷേ ഇരുന്നും ചെരിനൊക്കെ ചെയ്യാനുള്ള ഒരുപാട് പാച്ച് വർക്ക്സ് ഈ ഒരു ഔട്ട്ഫിറ്റിൽ ഉണ്ടായിരുന്നു. എന്നാലും കുറച്ച് ഈസി ആയിരുന്നു, കാരണം ഇത് ഡമ്മി ഫിറ്റ് ആയതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് പാച്ചസ് ഒക്കെ അവിടെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഏകദേശം ഒരു 10 ദിവസത്തോളം ഇതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സീസൺ ടൈമാണ്, നല്ല റഷുള്ള ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പാറ്റേൺസ് ചെയ്ത് തീർക്കാനുണ്ട്. അതുകൊണ്ടാണ് 10 days എടുത്തത്. അപ്പോൾ അതിൻ്റെ വർക്ക്സൊക്കെ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മൾ ഷോപ്പിൻ്റെ അകത്തുനിന്നും പുറത്തുനിന്നും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അകത്തുനിന്ന് എടുത്തത് അത്ര സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ട് പുറത്തുനിന്നുള്ള ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ സ്ഥിരം സ്പോട്ടിലേക്ക് പോയി. അവിടെയാണെങ്കിൽ നല്ല കാറ്റായിരുന്നു, ഡ്രസ്സിൽ ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഫോട്ടോസ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. കാരണം നമ്മൾ സെറ്റ് ചെയ്യുന്ന രീതിക്ക് ഡ്രസ്സ് നിൽക്കുന്നില്ല. കാരണം ഇതൊക്കെ ടെയിലൊക്കെ വരുന്ന പാറ്റേൺ ആയതുകൊണ്ട് നല്ല രീതിയിൽ ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നതിനും എന്നാലും കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും പെട്ടെന്ന് കിട്ടുന്ന ക്ലിക്സൊക്കെ എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് എടുക്കാണ്ട് പറ്റില്ല. കാരണം കസ്റ്റമർക്ക് അയക്കുന്നതിന് മുമ്പ് അവർക്ക് റെഡിയായി കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ ലുക്ക് ഫോട്ടോസും വീഡിയോസും വർക്ക് ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് അയച്ചു കൊടുക്കണം. കാരണം അവർ പറഞ്ഞ റിക്വയർമെൻറ്റും നമ്മൾ ചെയ്തിരിക്കുന്നതും കറക്റ്റ് മാച്ചിങ് ആണെന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എന്താണെന്നറിയില്ല, ഡയറക്റ്റുള്ള ആ ഒരു വർക്കിൻ്റെ ഷൈനിങ് ഒന്നും ഇപ്രാവശ്യം ബുട്ടീക്കൊന്നും പുറത്തൊന്നും എടുത്തിട്ട് നമുക്ക് ആ ഡ്രസ്സിൽ കാണാൻ പറ്റിയിട്ടില്ല. അത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഫോട്ടോയിലും വീഡിയോയിലും കാണുന്നതിലും എത്രയോ അടിപൊളി ആയിട്ടുണ്ട് ഇതിൻ്റെ വർക്ക്സും കാര്യങ്ങളൊക്കെ. ഡയറക്റ്റ് ലുക്കിലാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് അടിപൊളിയായിട്ട് വന്നത്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. നമ്മളതൊക്കെ എടുത്ത് നേരെ ഷോപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള കസ്റ്റമൈസേഷന് വേണ്ടിയിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.